الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون فآمن له لوط وقال إني مهاجر إلى ربي إنه هو العزيز الحكيم ووهبنا له إسحاق ويعقوب وجعلنا في ذريته النبوة والكتاب وآتيناه أجره في الدنيا وإنه في الآخرة لمن الصالحين ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന വസ്തുത മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ച് അവന് വിധേയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ വിലക്കുകൾ ലംഘിക്കാതെ സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിന്റെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും
നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നാം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 1448 ഹിജറ വർഷത്തിലെ മുഹറം 3 ആണ്. ഈ വർഷത്തിലെ, ഈ പുതുവർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അടുത്ത വെള്ളിയാഴ്ച ഇസ്ലാമികമായി, ചരിത്രപരമായും ആരാധനാപരമായും പുണ്യമുള്ള, പ്രാധാന്യമുള്ള ദിവസമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആശൂറ നോമ്പിന്റെ സന്ദർഭമാണത്. ആ നോമ്പ് വളരെ സവിശേഷമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത് പ്രകാരം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് പ്രകാരം ആ നോമ്പിനെ സ്വീകരിക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ടാവണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയുമാണ്. ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ചർച്ചാ വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സ്മരണകൾ പലതുമാണ്. അതിലേറ്റവും പ്രധാനം ഹിജറ തന്നെയാണ്. ഹിജറ ഇസ്ലാമിക കലണ്ടറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ഇസ്ലാമിക വർഷവുമായി ബന്ധപ്പെട്ട് ഹിജറയെ നമ്മൾ ഓർക്കുമ്പോൾ, ആ ഹിജറ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഹിജറ തന്നെയാണ്. ചരിത്രപരമായി ആ ഹിജറ നടന്നിട്ടുള്ള വർഷത്തെ ഒരു മാനദണ്ഡമായി നിശ്ചയിച്ച് ആണ് ഇസ്ലാമിക കലണ്ടർ പിൽക്കാലത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഹിജറ എന്ന് പറയുന്നത് ഇസ്ലാമിലെ സവിശേഷമായ ഒരു കൺസെപ്റ്റാണ്, സവിശേഷമായ ഒരു സങ്കല്പമാണ്. അത് കേവലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഒരു പലായനത്തിന്റെ, ഒരു യാത്രയുടെ മാത്രം പേരല്ല. ഹിജറയെ കുറിച്ച് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം അതാണ്. മറിച്ചൊരു മുസ്ലിം മുഹാജിർ ആയിരിക്കണം എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഹിജറയുമായി ബന്ധപ്പെട്ട സവിശേഷമായ ചില ആയത്തുകളിൽ നിന്നും പ്രവാചകന്റെ ചില ഹദീസുകളിൽ നിന്നുമാണ് എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടുന്ന ഒരു ഹിജറ കൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഹിജ്റകളുടെ രാജാവ്, പലായനങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്നയാൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആകത്തുക മൊത്തത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആദർശ പ്രബോധനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള നിരന്തരമായ ഹിജറകളാണ്. അത്ഭുതകരമായ, വിസ്മയകരമായ, വളരെ അത്യന്താധുനികമായ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളുള്ള ഈ കാലത്ത് നിന്ന് ആലോചിച്ചാൽ പോലും നമ്മെ വിസ്മയിപ്പിക്കുന്ന പലായനങ്ങളാണ്, പ്രബോധന യാത്രകളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റുന്നതാണ്. ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക്, ഹിജാസിലേക്ക്, വീണ്ടും തിരിച്ച്
ആ പ്രദേശങ്ങളിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് മക്കയിലേക്ക്, ഇങ്ങനെ ഉപഭൂഖണ്ഡങ്ങൾ താണ്ടിയുള്ള ഒരു യാത്ര, പലായനങ്ങളുടെ നിരന്തരമായ ഒരു പ്രക്രിയ, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഹിജ്റയെ കുറിച്ചുള്ള സാഹചര്യവും പരാമർശവുമാണ് ഖുതുബയുടെ തുടക്കത്തിൽ സൂറത്തുൽ അൻകബൂത്തിലെ 27-28 ആയത്തുകളിലായിട്ട് ഓതി വെച്ചിടത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. അതില് പ്രധാനപ്പെട്ട ഒരു സന്ദർഭം തന്നെയാണ് സൂറത്തുൽ അൻകബൂത്തിലെ ആയത്തുകൾ. ആ ആയത്തുകൾക്ക് ഒടുവിൽ അദ്ദേഹം നിരന്തരമായി നടത്തിയ തൗഹീദി പ്രബോധനത്തിന്റെ ഒരു ഘട്ടത്തിൽ, ആ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സമൂഹം വളരെ മാന്യമായി, യുക്തിപരമായി തനിക്ക് വഹിയായി ലഭിച്ചിട്ടുള്ള ഏകദൈവത്വത്തെ കുറിച്ചുള്ള സന്ദേശങ്ങൾ ആ സമൂഹത്തിന് പകർന്നു നൽകാനാണ് യുക്തിരഹിതമായ അന്ധക്കേടിന്റെ ബഹുദൈവാരാധനയെ ഒഴിവാക്കണം, അതിനൊരു ലോജിക്കുമില്ല, ഒരു യുക്തിയുമില്ല എന്ന് സ്ഥാപിക്കാനാണ് നിരന്തരമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ സമൂഹം ദൗർഭാഗ്യവശാൽ ആശയപ്രചാരണം നടത്തുന്ന ഒരാളെ അഭിമുഖീകരിക്കേണ്ടുന്ന മാന്യമായ ശൈലിയിലല്ല അദ്ദേഹത്തെ അഭിമുഖീകരിച്ചത്. മറിച്ച് കൊല്ലട, കത്തിക്കട ശൈലിയാണ്, സമീപനമാണ് ആ സമൂഹം അദ്ദേഹത്തോട് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തെ കത്തിച്ചു കളയാൻ, അദ്ദേഹത്തെ കൊന്നുകളയാൻ അവർ തീരുമാനിക്കുകയും ആ തീരുമാനം അവർ നടപ്പിലാക്കുകയും ചെയ്തു. അത് നടപ്പിലാക്കാനുള്ള ശ്രമം അവർ നടത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. ചരിത്രം നമുക്കറിയാവുന്ന ആ ഒരു സന്ദർഭത്തിന് ശേഷം ഇങ്ങനെ പച്ചക്ക് ഒരു പ്രവാചകന്റെ ദൈവസഹായം ലഭിച്ചുള്ള രക്ഷപ്പെടൽ കൺമുമ്പിൽ കണ്ടിട്ടും ആ സമൂഹത്തിന്റെ റെസ്പോൺസ്, പ്രതികരണം വളരെ നെഗറ്റീവായി. ഖുർആൻ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ലൂത്ത് മാത്രമാണ് ഇതൊക്കെ കണ്ടിട്ടും അദ്ദേഹത്തിൽ വിശ്വാസം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന്, ഒരുപക്ഷെ മനസ്സുകൊണ്ട് സത്യം ബോധ്യപ്പെട്ട് വിശ്വാസം സ്വീകരിച്ചവർ, ബഹുദൈവാരാധനയിൽ നിന്ന് പിൻവാങ്ങിയവർ, ഏകദൈവത്വത്തെ അംഗീകരിച്ചവർ ഒരുപക്ഷെ ആ സമൂഹത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ ഫആമന ലഹു ലൂത്ത് ഒരു ഘട്ടത്തിൽ ഇസ്ലാമിന്റെ കൂടെ, തൗഹീദിന്റെ കൂടെ വിശ്വസിച്ച് കൂടെ നിൽക്കുക, സപ്പോർട്ട് നൽകുക, പിന്തുണക്കുക എന്ന് പറയുന്നത് ഈമാനിന്റെ അനിവാര്യമായ താല്പര്യമാണ്. അത് സാധ്യമായത് ലൂത്തിന് മാത്രമാണ്. ഇബ്രാഹീമിൽ വിശ്വസിച്ചു ലൂത്ത് എന്നതല്ല ഖുർആനിന്റെ പ്രയോഗം. ഫആമന ലഹു ലൂത്ത്, അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന് അനുകൂലമായി, ഇബ്രാഹിം പ്രവാചകൻ അനുകൂലമായി അദ്ദേഹത്തെ പിന്തുണച്ച് വിശ്വസിച്ച് കൂടെ നിന്നു ലൂത്ത് നബി അലൈഹിസ്സലാം എന്നാണ് പറയുന്നത്. അങ്ങനെ സത്യവും അസത്യവും പ്രബോധന പ്രവർത്തനത്തിലൂടെ വേർതിരിഞ്ഞ ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന ഹിജ്റ പ്രഖ്യാപനമാണ് ഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി. അദ്ദേഹം പ്രഖ്യാപിച്ചു കളഞ്ഞു, ഞാൻ എന്റെ റബ്ബിലേക്ക് ഹിജ്റ പുറപ്പെടുകയാണ് എന്നത്. അപ്പൊ ആ ചരിത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഹിജ്റ സങ്കല്പം രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഈ ഡയലോഗ് വളരെ പ്രധാനമാണ്. ഹിജ്റ യഥാർത്ഥത്തിൽ എങ്ങോട്ടേക്കാണ്? ചരിത്രത്തിൽ നടന്ന ഹിജ്റകൾ ഭൂപ്രദേശങ്ങളിൽ നിന്ന് ഭൂപ്രദേശങ്ങളിലേക്കുള്ള ഹിജ്റയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഹിജ്റ, പ്രകടമായി ഹിജ്റ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഹിജ്റയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത് അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ്, അത് ഉറപ്പായും അത് പോകുന്ന പോക്ക് അള്ളാഹുവിലേക്കാണ്. അതിന്റെ അനുബന്ധമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ റസൂലിലേക്ക്, അഥവാ വിശുദ്ധ ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, അതനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് ആണ് എപ്പോഴും ഹിജ്റ നടക്കേണ്ടത്.
എവിടെ നിന്നാണ് ഹിജ്റ പുറപ്പെടേണ്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടി അത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്നല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതുപോലെ അൽ മുഹാജിറു മൻ ഹാജറ അമ്മാ നഹല്ലാഹു അൻഹു, അല്ലാഹു വിലക്കിയതിൽ നിന്നാണ് ഹിജ്റ പോകേണ്ടത്. അപ്പോ ഹിജ്റ യഥാർത്ഥത്തിൽ ഭൂപ്രദേശങ്ങൾക്കിടയിലേക്കുള്ള ഹിജ്റയല്ല, മറിച്ച് അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന്, അനിസ്ലാമികതകളിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള, അള്ളാഹുവിലേക്കുള്ള, റസൂലിലേക്കുള്ള പലായനമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ഈ ഹിജ്റ നടത്താൻ ഒരു വിശ്വാസിക്ക് നിതാന്ത ജാഗ്രതയുണ്ടാവണം അയാളുടെ ജീവിതത്തിൽ. താൻ എവിടെയാണ് നിലകൊള്ളുന്നത് എന്നത് അയാൾ ബോധമുള്ളയാളായിരിക്കണം. സ്ഥലകാല ബോധമുണ്ടാവുക, താൻ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള അവബോധമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അനിസ്ലാമികതയും ഇസ്ലാമികതയും, അതല്ലെങ്കിൽ ജാഹിലിയത്തും ഇസ്ലാമും വേർതിരിയുന്ന പോയിന്റ് എവിടെയാണ്? അത് രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി നിലനിൽക്കുന്നത് എങ്ങനെയാണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ രണ്ടിനും ഇടയിലുള്ള ഒരു ഗ്രേ ഏരിയ ഉണ്ടാകുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, നമുക്ക് എങ്ങോട്ടാണ് ചായ്വ് ഉണ്ടാകേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു മനുഷ്യൻ പുലർത്തുന്ന സൂക്ഷ്മതയാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അപ്പോ തഖ്വക്ക് വേണ്ടിയുള്ള ഹിജ്റകൾ എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. അത്തരം പലായനങ്ങൾ, അത്തരം ഹിജ്റകൾ തെറ്റായ കർമ്മങ്ങളിൽ നിന്ന്, തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന്, തെറ്റായ ധാരണകളിൽ നിന്ന്, തെറ്റായ ഇടങ്ങളിൽ നിന്ന്, തെറ്റായ ജീവിതശീലങ്ങളിൽ നിന്ന് ഒക്കെയും അള്ളാഹുവിലേക്ക്, റസൂലിലേക്ക്, അള്ളാഹു നിർദ്ദേശിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച ഉദാത്തമായ വിശ്വാസങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക്, സ്വഭാവശീലങ്ങളിലേക്ക് ഹിജ്റ നടത്തുക എന്ന പ്രക്രിയയാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത്. അത് നിരന്തരമായി നമ്മൾ നടത്തണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ ജീവിതത്തിൽ അത്തരം ഹിജ്റകൾക്ക് ഉള്ള ഇച്ഛാശക്തി നമുക്കില്ലാതെ പോവുകയും നമ്മൾ പലപ്പോഴും അത്തരം ഹിജ്റകൾ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തെ പോലും പരിശോധിച്ചാൽ നമ്മൾ നിരന്തരമായി വിരുദ്ധ ഹിജ്റകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവുക. പലപ്പോഴും നമ്മൾ നിൽക്കുന്ന ഇസ്ലാമികമായ സാഹചര്യങ്ങളിൽ നിന്ന് അനിസ്ലാമികമായ സാഹചര്യങ്ങളിലേക്ക് ഓടിപ്പായാനുള്ള ധൃതിയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവ് അങ്ങനെയാണ്. ഈ ദുനിയാവിന്റെ പശിമയും, ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളും, ഈ ദുനിയാവിന്റെ ആകർഷണ വലയവും നമ്മളെ നിരന്തരം അത്തരം വിരുദ്ധ ഹിജ്റകൾ, അനിസ്ലാമിക ഹിജ്റകൾ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സന്ദർഭങ്ങളും ഒരു ദിവസത്തിലെ തന്നെ ഓരോ മണിക്കൂറുകളെയും വിലയിരുത്തിയാൽ, ഞാൻ ഓടിയത് അള്ളാഹുവിൽ നിന്നാണ്, ഞാൻ ഓടിയത് റസൂലിൽ നിന്നാണ്, ഞാൻ ഓടി അകന്നത് ദീനിൽ നിന്നാണ്, പകരം ഞാൻ ഓടിപ്പോയത് അനിസ്ലാമികതയിലേക്കാണ്, അള്ള വിലക്കിയതിലേക്കാണ്, ഷഹവാത്തിലേക്കാണ്. അങ്ങനെയുണ്ടല്ലോ. ഇവിടം വിട്ടാൽ പിന്നെ അങ്ങോട്ടേക്കാണ് പോവുക. വിശുദ്ധ ഖുർആനിന്റെ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ്സലാ. നമസ്കാരം വിട്ട് എങ്ങോട്ടാണ് നമ്മൾ ഓടിപ്പോകുന്നത്? ഖുർആന്റെ അതിലുള്ള നിസ്കാരം വിട്ടെറിഞ്ഞു പോയാൽ, അവിടെ നിന്നൊരാൾ ഹിജ്റ പോയാൽ അയാളുടെ ഹിജ്റ എങ്ങോട്ടേക്കാണ് എത്തുക എന്ന് ചോദിച്ചാൽ ഷഹവാത്തിലേക്കാണ് ആ ഹിജ്റ എത്തുക. എന്ന് പറഞ്ഞാൽ മോശമായ വിചാരങ്ങളിലേക്കാണ് പോക്ക് പോവുക. നമ്മുടെ ലൈഫുമായി ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പ്രയാസമുണ്ടാവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാവുക, അത് വളരെ അപകടകരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ
സുപ്രധാനമായ ഒരു സംഭവം നടന്നതായി എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ഓർക്കാൻ അവസരം കിട്ടുന്ന ഒരു സന്ദർഭം ഉണ്ട്. സൂറത്തുൽ ജുമുഅയിലെ അവസാനത്തെ ആയത്ത് പ്രതിനിധീകരിക്കുന്ന പ്രവാചക ജീവിതത്തിലെ ഒരു അനുഭവം. വഇദാ റഅൂ തിജാറതൻ ഔ ലഹ്വൻ ഇൻഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമ. ഒരു ചരിത്ര സംഭവമാണത്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സാക്ഷാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ മിൻബറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ കൂടിയിരിക്കുന്നത് റസൂലിന്റെ സഹാബത്താണ്. ജുമുഅ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പുള്ള സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ റസൂൽ ഇങ്ങനെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇങ്ങനെ മുമ്പിൽ ഖുതുബ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അപ്പുറത്ത് മദീനയിലേക്ക് കടന്നു വരുന്ന ഏതോ ഒരു കച്ചവട സംഘത്തിന്റെ ആർപ്പുവിളികൾ, ആരവങ്ങൾ അപ്പുറത്ത്. അപ്പൊ പള്ളിയിലേക്ക് അതിങ്ങനെ കേൾക്കാം. അപ്പോ ആ ആരവങ്ങൾ കേട്ടതോടുകൂടി റസൂലിനെ മിമ്പറിൽ അങ്ങനെ റസൂലിനെ അങ്ങനെ മിമ്പറിൽ നിർത്തി ഉപേക്ഷിച്ചിട്ട് ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ, വളരെ എണ്ണപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വളരെ എണ്ണപ്പെട്ട കുറച്ച് ആളുകൾ വെച്ച് ബാക്കി എല്ലാവരും ദുനിയാവിന്റെ ആധി കൊണ്ട് കച്ചവട സംഘം വരികയാണ്. ആദ്യം അവരുടെ മുമ്പിൽ എത്തിയാലാണ് തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് വാങ്ങിയെടുക്കാൻ കഴിയുക. എന്ന് മാത്രമല്ല, അന്നത്തെ കച്ചവട സംഘങ്ങൾ വലിയ ആരവങ്ങളോടുകൂടി കൊട്ടിയും പാടിയും ഒക്കെയാണ് കടന്നു വരിക. ആ വരവ് ഒരു കളി വിനോദത്തിന്റെ സന്ദർഭം കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിലേക്ക് പോയി അള്ളാഹു അതിനെ ആക്ഷേപിച്ചു, ശകാരിച്ചു. ചെയ്ത പണി തെറ്റായി എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് നിങ്ങൾക്കെല്ലാം കൊണ്ടും ഖൈറായിട്ടുള്ളത്. ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. ജീവിതത്തിന്റെ ഉപജീവന മാർഗം എന്നുള്ള നിലക്ക് കച്ചവടമാണെങ്കിലും കളിവിനോദങ്ങളാണെങ്കിലും അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് റസൂലാണ്. റസൂലിന്റെ ആ നിൽപ്പാണ്, റസൂലിന്റെ ആ സാരോപദേശങ്ങളാണ് എന്ന് അള്ളാഹു അവരെ ഉണർത്തി എന്നതാണ്. അപ്പൊ ആരവങ്ങൾ കടന്നു വരുമ്പോൾ, പലതരത്തിലുള്ള ആരവങ്ങൾ, പലതരത്തിലുള്ള സീസണുകൾ കടന്നു വരുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എവിടേക്കാണ് പലായനം ചെയ്യുന്നത്, ഹിജ്റ നടത്തുന്നത് എന്ന് ആലോചിക്കണം. ഇപ്പൊ ലോകകപ്പ് ആരവങ്ങളുടെ സമയമാണ്. അപ്പൊ ലോകകപ്പ് കളി കാണാൻ പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ അല്ല വിലക്കിയത് പലതും നമ്മുടെ ലോകകപ്പ് കാഴ്ചകൾക്ക് വേണ്ടി നടക്കുന്നുണ്ടാകും. ഉറപ്പായി സമൂഹത്തിൽ അങ്ങനെ ഉണ്ട്. വളരെ വ്യാപകമായ ഒരു കാര്യമാണെന്ത്, അനാവശ്യമായ പണം ചെലവഴിക്കലുകൾ. അതിന് നമ്മൾ സന്നദ്ധമാകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള, ഇസ്ലാമികതയിൽ നിന്നുള്ള അനിസ്ലാമികതയിലേക്കുള്ള പലായനമാണ്, ഹിജ്റ. പന്തയങ്ങൾ വിലക്കപ്പെട്ടതാണ്. അത് നമുക്കിടയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമാണ്. അത് വിരുദ്ധ ഹിജ്റയാണ്. നമ്മുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ ഈ പന്ത് കളി കാഴ്ചക്കിടയിൽ അനിസ്ലാമികമായി വഴിമാറുന്നുണ്ടെങ്കിൽ അത് വിരുദ്ധ ഹിജ്റയാണ്. ലോകകപ്പ് മൊത്തത്തിൽ തന്നെ നമുക്ക് പകർന്നു തരുന്ന സന്ദേശങ്ങളിൽ ഏതൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നതിനനുസരിച്ച് നമ്മുടെ ഹിജ്റ ഇസ്ലാമികവും അനിസ്ലാമികവുമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ലോകകപ്പ് പോലെയുള്ള ഒരു മേനിയല്ല ഇപ്പോഴുള്ള ലോകകപ്പിനുള്ളത്. എന്ന് പറഞ്ഞിട്ട് വിസ്മയകരമായ ഒരു ഖത്തർ ലോകകപ്പിന് ശേഷം USA ആതിഥ്യം വഹിക്കുന്ന ലോകകപ്പിന്റെ ആദ്യ സൂചനകൾ തന്നെ തികഞ്ഞ വംശീയതയുടേതാണ്. അപ്പോ കളിയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? സാധാരണഗതിയിൽ സ്പോർട്സ് ഇനങ്ങൾ
കായിക മത്സരങ്ങളായിരിക്കുമ്പോൾ തന്നെ അത് ഏകതയുടെയും ഐക്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും സന്ദേശങ്ങളാണ് പങ്കുവെക്കുക. അങ്ങനെയാണ് പങ്കുവെക്കപ്പെട്ടിരുന്നത്. വംശീയ വെറികൾ, വെറുപ്പുകൾ, വിദ്വേഷങ്ങൾ, ഇതിനെയൊക്കെ മറികടക്കാൻ ആഗോളതലത്തിൽ തന്നെ ആസൂത്രിതമായി കായിക മത്സരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ അതിന് വിപരീതമായി സംഭവിക്കുന്നു. നമ്മുടെ ഫുട്ബോൾ ടീമുകളോടുള്ള ആരാധന പോലും അനാവശ്യമായ അനിസ്ലാമികമായ പക്ഷപാതങ്ങളിലേക്കും തെറിവിളികളിലേക്കും ആക്ഷേപശകാരങ്ങളിലേക്കും പരിഹാസങ്ങളിലേക്കും ഒക്കെ കടന്നു പോകുന്നു എന്നത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു വിലക്കിയതിലേക്കുള്ള ഹിജറകളാണത്. ഇസ്ലാമികമായ ഒരു ജീവിതത്തിൽ നിന്ന് തെറ്റായ ജീവിതത്തിലേക്കുള്ള ഹിജറയാണത് എന്ന വിചാരങ്ങൾ ഉണ്ടാകാൻ, എന്ന ആത്മവിമർശനങ്ങളും ആത്മവിചാരണകളും ഉണ്ടാകാൻ ഈ ഒരു വർഷം കടന്ന് പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാവണം. എല്ലാ സമയങ്ങളിലും നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിജറകളെ കുറിച്ച്, നമ്മളിൽ നിന്ന് അറിയാതെ പോലും സംഭവിക്കാൻ പാടില്ലാത്ത വിരുദ്ധ ഹിജറകളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും യഥാർത്ഥ മുസ്ലിങ്ങളിൽ, യഥാർത്ഥ മുഹാജിറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على سيدنا وحبيبنا وقائدنا ومعلمنا ومرشدنا رسولك محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا يا أرحم الراحمين. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. يا ذا الجلال والإكرام يا حي يا قيوم برحمتك نستغيث. اللهم أغثنا، اللهم أغثنا، اللهم أغثنا على القوم المجرمين. اللهم أغثنا على القوم الظالمين. اللهم أغثنا على الحكام الظالمين. اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.